വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. വെൻ സിയെ പരിഹസിച്ചപ്പോൾ ഷിയാൻ അവനെ എതിർത്ത് സംസാരിക്കുന്നിടത്താണ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നിനക്ക് മികച്ച ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടാനും മാത്രം കഴിവുണ്ട് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ നിന്റെ സംസാരം കേട്ടിട്ട് നിനക്ക് സാധാ കോളേജിൽ പോലും കിട്ടില്ലെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന് സാറിൻ്റെ റെക്കമെൻഡേഷൻ കാരണം നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ ഞാനതിൽ സന്തോഷിക്കുകയുള്ളൂ, അല്ലാതെ നിന്നെപ്പോലെ അസൂയപ്പെടില്ല എന്നൊക്കെ ഷിയാൻ ഉച്ചത്തിൽ വെന്നോട് പറയുന്നു. അവൾ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് ഷിയയുടെ മുഖത്തൊരു പുഞ്ചിരി വിട്ടിരുന്നുണ്ട്. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് കേട്ടില്ലേ, ഇതും അതുപോലെയാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ അപകടമാണ് എന്ന് ഷിയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷിയും അതിന് തുടർച്ചയായി എന്നോട് പറയുന്നു. വെനെല്ലാം കൂടി കേട്ട് അമർഷത്തോടെ പേപ്പറിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. നിനക്ക് പ്രതികരിക്കേണ്ടതൊക്കെ എങ്ങനെയാണ് എന്ന് നന്നായി അറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് നന്ദി പറയേണ്ടത് നിനക്കാണ് എന്ന് അവൾ പറയുന്നു. എപ്പോഴും പറയാറുള്ളത് പോലെ അവൻ പൊട്ടിപ്പെണ്ണെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ അത്ര പൊട്ടിയല്ല എന്നവൾ പറയുന്നു. അവൻ ഒരു നിമിഷം ഒന്നും പറയാതെ അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം നന്നായി മനസ്സിലായതുപോലെ എനിക്കും അത് അറിയാം എന്നും അവൻ പറയുന്നു. അന്ന് PG പീരീഡ് സ്കോർ മാർക്ക് ചെയ്യാൻ നിന്നത് ഷാദിയും ഷിയാനും കൂടിയായിരുന്നു. നീ ഇന്ന് എന്നോട് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും മമ്പരന്ന് പോയി. നീ ഇപ്പോൾ സിയെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയല്ലേ എന്ന് ഷാദി അവളോട് ചോദിക്കുന്നു. ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ഒരിക്കൽ ആഞ്ജലിയു എന്നെ ക്ലാസ്സിൽ നിന്ന് സംസാരിച്ചതിന് പണിഷ്മെൻറ്റ് തരാൻ തുടങ്ങിയത് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് സിയെയും എന്നെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. ശരിക്കും അവനാണ് എന്നെ ആദ്യം പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയത് എന്ന് ഷിയാൻ പറയുന്നു. എക്സാം കഴിയുമ്പോൾ എൻ്റെ മുടി വെട്ടാൻ എനിക്കൊപ്പം വരണേ, ഞാൻ മുന്നിലെ മുടി വെട്ടിയിടാൻ പോവുകയാണെന്ന് ഷിയാൻ ഷാദിയോട് പറയുന്നു. സത്യമാണോ എന്ന് ഷാദി വിശ്വാസം വരാത്ത രീതിയിൽ ചോദിച്ചപ്പോൾ സിയെ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് സുന്ദരിയായിരിക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണെന്ന് ഷിയാൻ മനസ്സിൽ പറയുന്നുണ്ട്. എനിക്ക് നല്ലൊരു ഹെയർ ഡ്രസ്സറെ അറിയാം. ആളിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്ന് ഷാദി അവൾ കുറിപ്പ് കൊടുക്കുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരോ അടിച്ച ഷട്ടിൽ കോർക്ക് ഷിയാൻ്റെ മുഖത്ത് വന്ന് കൊള്ളുന്നു. നന്നായി വേദനിച്ചതിനാൽ അവൾ കരയുന്ന ശബ്ദം കേട്ട് എല്ലാവരും അടുത്ത് കൂടുന്നു. സിയെ ഓടി വന്ന് എന്ത് പറ്റിയെന്ന് നോക്കുന്നുണ്ട്. ഷിയാൻ്റെ കണ്ണിൽ കോർക്കിൻ്റെ അറ്റം കൊണ്ടതിനാൽ അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. സിയെ ഉടൻ തന്നെ അവളെ കൂട്ടി ഡോക്ടറുടെ മുറിയിലേക്ക് പോകുന്നു. കണ്ണിന് മുകളിൽ വെക്കാൻ ഐസ് പാക്കറ്റ് നൽകിയിട്ട് റെറ്റിനയ്ക്ക് കുഴപ്പമല്ലതും പറ്റിയോ എന്നറിയാൻ ആശുപത്രിയിൽ പോയി അത്യാവശ്യമായി ചെക്ക് ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ എങ്കിൽ നിന്റെ കാഴ്ച പോകുന്നതുവരെ ഇവിടെ കുത്തിയിരുന്നെന്ന് പറഞ്ഞ് സിയെ ദേഷ്യപ്പെടുന്നതിനാൽ ആശുപത്രിയിലേക്ക് വരാമെന്ന് പറഞ്ഞവൾ എഴുന്നേൽക്കുന്നു. ആശുപത്രിയിലെത്തി അവൾ ഡോക്ടറെ കണ്ട് പുറത്തിറങ്ങി വന്നപ്പോൾ സിയെ അവിടെ ബെഞ്ചിലിരുന്ന് മയങ്ങുകയായിരുന്നു. അവൾ അടുത്ത് നിന്നിരുന്നപ്പോൾ കഴിഞ്ഞു എന്നവൻ അന്വേഷിക്കുന്നു. റിസൾട്ട് കിട്ടാൻ അരമണിക്കൂർ എടുക്കും, അതുവരെ നീ വേണമെങ്കിൽ ഉറങ്ങിക്കുക എന്നവൾ പറയുന്നു. അവൻ നല്ല ടയേർഡാണ് എന്നവൾക്ക് അറിയാമായിരുന്നു. നീ മാത്സ് കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഈ തിരക്കിൻ്റെയിൽ എൻ്റെ നോട്ട്സ് എഴുതാൻ നീ വെറുതെ സമയം കളയണ്ട. എക്സാം കഴിയുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് പുതിയ കണ്ണട വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമുണ്ടാവില്ല എന്നവൾ പറയുന്നു. അവൻ സമ്മതം മൂടിയപ്പോൾ മറ്റുള്ളവരെല്ലാം സയൻസ് തിരഞ്ഞെടുക്കാനുള്ള എൻ്റെ തീരുമാനത്തെ എതിർത്തപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാൻ എന്നോട് പറഞ്ഞത് നീ മാത്രമാണ്. അതിനെനിക്ക് ഒരുപാട് സന്തോഷവും നന്ദിയും ഉണ്ട് എന്നവൾ പറയുന്നു. നീ നിൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞ് സിയെ വീണ്ടും അവൾക്ക് ധൈര്യം നൽകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിറങ്ങിയപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് ഡിവിഷനുള്ള ഫോം ഫില്ല് ചെയ്ത് കൊടുത്തോ എന്ന് അമ്മ ഷിയാനോട് അന്വേഷിക്കുന്നുണ്ട്. കൊടുത്തിട്ടില്ല, ഉടനെ കൊടുക്കുമെന്ന് പറഞ്ഞവൾ പോകുന്നു. അന്ന് സ്കൂളിലെത്തിയപ്പോൾ അവൾ ഫോം സബ്മിറ്റ് ചെയ്യാനായി സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നു. അവൾ ചെല്ലുമ്പോൾ നിനക്കെന്താ ബോധം നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച ആഞ്ജലിയു സിയെ ഉച്ചത്തിൽ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്നവൾ വിളിച്ചു ചോദിച്ചപ്പോൾ സിയയോട് ചൂടായിരുന്നതിൻ്റെ അതേ ഫോമിൽ ഇപ്പോഴെന്നാൽ ഇത്ര അത്യാവശ്യം എന്ന് ആഞ്ജലിയോ അവളോടും ദേഷ്യത്തിൽ ചോദിക്കുന്നു. എങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് അവൾ പറഞ്ഞപ്പോൾ അകത്തേക്ക് വരാൻ അദ്ദേഹം പറയുന്നു. അവൾ ഫോമും കൊണ്ട് അടുത്തെത്തിയപ്പോൾ അവൾ സയൻസാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് സിയെ കാണുന്നു. അവൾ ഫോം സബ്മിറ്റ് ചെയ്ത ശേഷം മടങ്ങിപ്പോകാതെ സിയെ നോക്കി നിൽക്കുന്നത് കണ്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇല്ലെങ്കിൽ മടങ്ങിപ്പോകാൻ പറഞ്ഞ ആഞ്ജലിയോ അവളെ പറഞ്ഞയക്കുന്നു. അവൾ ക്ലാസ്സിലെത്തി അല്പം കഴിഞ്ഞപ്പോൾ മടങ്ങിയെത്തിയ സിയെ നീ സയൻസ് ആണല്ലോ എടുത്തത്, നല്ലതുപോലെ ആലോചിച്ചു എന്ന് ചോദിക്കുന്നു. ആലോചിച്ചു, എനിക്കും അത് പഠിച്ച് നേടാൻ കഴിയുമെന്ന് എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം എന്ന് ഷിയാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഞാൻ സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ ആഞ്ജലിയോ എന്തിനാണ് നിന്നെ വഴക്ക് പറഞ്ഞിട്ടിരുന്നത് എന്ന് അവൾ ചോദിച്ചപ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ ഈയിടെ വർക്കൗട്ട് ചെയ്യാൻ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നല്ല രീതിയിൽ ആൻസർ ചെയ്യുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് വഴക്ക് പറഞ്ഞതെന്ന് അവൻ പറയുന്നു. നീ ഇപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തിയാവുന്നില്ലേ? അദ്ദേഹത്തിന് എങ്ങനെ ഇത്ര പ്രഷർ തരാൻ മനസ്സ് വരുന്നു എന്ന് അവൾ ചോദിക്കുന്നു. അവൾ തൻ്റെ കാര്യത്തിൽ ദേഷ്യം പിടിക്കുന്നത് കണ്ട് ചിരി വന്നെങ്കിലും സാരമില്ല, ഇതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് അവൻ പറയുന്നു. നീ എന്ത് ചെയ്താലും ഞാനും നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് എനിക്കത് അറിയാമെന്ന് അവൻ പറയുന്നു. ഷിയാൻ അവൻ നൽകിയ ഫോൺ തിരികെ നൽകിയിട്ട് അച്ഛൻ എനിക്ക് പുതിയ ഫോൺ വാങ്ങി തന്നു, ഇതെനിക്ക് ഉപയോഗിക്കാൻ തന്നതിന് നന്ദിയുണ്ടെന്ന് പറയുന്നു. ഫോണിൽ നോക്കി സമയം ചിലവഴിക്കാതെ നന്നായി പഠിക്കണം എന്നവൻ അവൾ ഉപദേശിക്കുന്നു. അവളെ തലകുലുക്കി സമ്മതിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. എക്സാം കഴിഞ്ഞ് ഷിയാനും സിയെയും ഒരുമിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. പരീക്ഷ കഴിയാറായപ്പോൾ ക്ലാസ്സിന് വെളിയിൽ നിന്ന് 2 പെൺകുട്ടികൾ നിന്നെ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, നീ ശ്രദ്ധിച്ചോ എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ നീ പരീക്ഷ വളരെ നന്നായി എഴുതിയെന്ന് തോന്നല്ലോ, മറ്റുള്ളവർ എന്ത് ചെയ്യുകയാണെന്നൊക്കെ നോക്കാനും വേണ്ടി സമയം നിനക്കുണ്ടായിരുന്നു എന്ന് അവൻ ചോദിക്കുന്നു. ചൈനീസും ഇംഗ്ലീഷും ആർട്സ് സബ്ജക്റ്റും എനിക്ക് വളരെ ഈസി ആയിരുന്നു, മാത്സ് കുഴപ്പമില്ലായിരുന്നു, സയൻസ് ഞാൻ എങ്ങനെയൊക്കെ എഴുതി തീർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ഷിയാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷാദി പുറകിലൂടെ വന്ന് അവളുടെ തോളിൽ കയറ്റിട്ട് നിങ്ങളിപ്പോഴും പരീക്ഷയുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാവുന്ന പ്ലാൻ ചെയ്തിരുന്നൊന്നും ആരും മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ശിഷിയും അവിടെ എത്തി. ഇന്ന് രാത്രി ബില്ലാട് കളിക്കാൻ പോകുന്ന കാര്യം മറക്കല്ലേ എന്ന് പറഞ്ഞ് അവർക്കൊപ്പം ചേരുന്നു.
ഷിയാൻ ഷാദിയെ പുറകിലേക്ക് പിടിച്ചു നിർത്തിയിട്ട് മുടി വെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ എന്ന് രഹസ്യമായി ചോദിക്കുന്നു. മറന്നിട്ടില്ല, ഞാൻ വീട്ടിൽ പോയി ഡിന്നർ കഴിച്ചിട്ട് നിൻ്റെ വീട്ടിലേക്ക് വരാം എന്നവൾ പറയുന്നു. പറഞ്ഞതുപോലെ രാത്രി അവൾ ഷിയാൻ്റെ വീട്ടിൽ എത്തുന്നു. ഷിയാൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഡ്രസ്സ് മാറി മാറി ഇട്ട് നോക്കിയാണ്. അത് മതിയെന്ന് ഷാദി ഓക്കെ പറഞ്ഞപ്പോഴാണ് അമ്മ അവർക്ക് കഴിക്കാൻ സ്നാക്സുമായി മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് വരാൻ തുടങ്ങുന്നത്. ഷിയാൻ ഓടിച്ചെന്ന് വാതിൽ തള്ളി പിടിച്ചിട്ട് ഇപ്പോൾ വരണ്ട, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണെന്ന് പറയുന്നു. നിൻ്റെ അമ്മയ്ക്കും അകത്തേക്ക് വരാൻ പറ്റില്ല എന്ന് അമ്മ ചോദിച്ചപ്പോൾ അവൾ ചിരിക്കുന്നതിനാൽ അമ്മ സ്നാക്സ് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ കോങ്ങിനെ വിളിക്കാൻ പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് പോകുന്നു. ഷിയാനത് വേഗം മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ചിട്ട് അമ്മ പോയാലുടൻ തന്നെ നമുക്ക് ഹെയർ ഡ്രസ്സറുടെ അടുത്തേക്ക് പോകണം, ഇല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് ധൃതി പിടിച്ചപ്പോൾ നീ വിഷമിക്കേണ്ട, നമ്മൾ ലേറ്റ് ആവില്ല എന്ന് പറഞ്ഞ് ഷാദി അവളെ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തിയിട്ട് കയ്യിൽ കരുതിയിരുന്ന മുടി വെട്ടുമ്പോൾ ധരിക്കാറുള്ള കവറിംഗ് കോട്ട് അവൾക്ക് ഇട്ട് കൊടുക്കുന്നു. നീയാണോ ഹെയർ ഡ്രസ്സർ എന്ന് ഷിയാൻ അമ്പരപ്പോടെ ചോദിച്ചപ്പോൾ പിന്നല്ലാതെ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ഷാദി ഒരു മാഗസിൻ എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് നോക്കിക്കേ, നിനക്ക് ഏത് സ്റ്റൈൽ ആണ് വേണ്ടതെന്ന്. എൻ്റെ അത്ര നല്ലൊരു ഹെയർ ഡ്രസ്സർ വേറെ ഇല്ല. യൂറോപ്യൻ സ്റ്റൈൽ, അമേരിക്കൻ സ്റ്റൈൽ, കൊറിയൻ സ്റ്റൈൽ, ജാപ്പനീസ് സ്റ്റൈൽ, ഇതിലേതാണ് നിനക്ക് വേണ്ടത് എന്നൊക്കെ വലിയ എക്സ്പെർട്ടിനെ പോലെ പറഞ്ഞ് ആ മാഗസിൻ നിവർത്തി ഷിയാനോട് സെലക്ട് ചെയ്യാൻ പറയുന്നു. ഷിയാൻ അങ്ങൊരു പരീക്ഷ നടത്താനുള്ള ധൈര്യമില്ലാതിരുന്നുകൊണ്ട് നമുക്ക് കാര്യം മറന്നാലോ എന്ന് ചോദിച്ചപ്പോൾ എഴുന്നേക്കാൻ തുടങ്ങിയെങ്കിലും പറ്റില്ല, ഒരെണ്ണം സെലക്ട് ചെയ്തേ പറ്റുമെന്ന് ഷാദി സ്ട്രിക്റ്റായി പറയുന്നു. അവൾ വീണ്ടും പിണങ്ങിയാലോ എന്ന് കരുതി ഷിയാൻ നിവൃത്തിയില്ലാതെ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അത് നിനക്ക് ചേരില്ല, അത്ര സ്റ്റൈൽ പോരാ എന്ന് പറഞ്ഞ് വേറെണ്ണം തൊട്ട് കാണിച്ചിട്ട് ഇത് മതി, ഇതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഷാദി മുടിവെട്ടാൻ തയ്യാറെടുക്കുന്നു. തയ്യൽക്കാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ടേപ്പൊക്കെ ആയിട്ടാണ് അവൾ വന്നിരുന്നത്. അതെടുത്ത് ഷിയാൻ്റെ നെറ്റിയിൽ വെച്ച് അവൾ അളവെടുക്കുന്നു. ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്ന് നിനക്ക് ഉറപ്പാണെന്ന് ഷിയാൻ സംശയത്തോടെ ചോദിക്കുന്നു. പിന്നല്ലേ, നീ കണ്ടോ, നീ തന്നെ അത്ഭുതപ്പെടുമെന്നൊക്കെ പറഞ്ഞ് ഷാദി കത്രികയൊക്കെ എടുത്തു വരുന്നു. എനിക്ക് ചെറിയ പേടിയുണ്ടെന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ ഒട്ടും പേടിക്കണ്ട, നിന്റെ മുഖമല്ലേ, എനിക്കാകെ ഒന്ന് ടച്ചപ്പ് ചെയ്താൽ മാത്രം മതി, വലിയ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഷാദി പണി തുടങ്ങുന്നു. വലിയ ആവശ്യത്തോടെയാണ് മുടി വെട്ടിയതെങ്കിലും വെട്ടി കഴിഞ്ഞ് കുറച്ച് പുറകിലേക്ക് മാറി ഭംഗി നോക്കിയപ്പോൾ ഷാദിയുടെ മുഖത്തെ ചിരിമായിരുന്നു. ഞാൻ തെറ്റ് വരുത്തിയെന്നാണ് തോന്നുന്നത് എന്നവൾ കുറ്റക്കാരിയെ പോലെ പറയുന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ച് കണ്ണാടിയിൽ നോക്കിയ ഷിയാൻ മുടിയുടെ കോലം കണ്ട് ദേഷ്യവും സങ്കടം കാരണം ഉച്ചത്തിൽ അലർന്നുണ്ട്. ഇതെന്ത് കോലമാണ്, തനി നാട്ടിൻപുറത്തുകാരിയെ പോലെ ആയല്ലോ ഞാനിപ്പോൾ എന്ന് അവൾ ഷാദിയോട് ദേഷ്യപ്പെട്ട് പറയുന്നു. അത്ര കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതുമായി പൊരുത്തപ്പെട്ടോളും. ആദ്യം കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമെന്നേ ഉള്ളൂ, പിന്നെ ശരിയായിക്കോളും എന്ന് ഷാദി മടിച്ചു പറയുന്നു. എനിക്കിതുമായി പൊരുത്തപ്പെടാൻ നിനക്കെന്തെങ്കിലും ടിപ്സ് അറിയാമോ എന്ന് ഷിയാൻ അവളോട് ചോദിച്ചെങ്കിലും ഷാദിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് ഷിയാൻ വിഷമത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിൽ രണ്ടുപേരും കൂടി ബില്യാർഡ്സ് കളിക്കുന്ന ക്ലബ്ബിലേക്ക് പോകുന്നു. ഷിയാൻ നാണക്കേട് കാരണം തലയിലൂടെ കവർ ചെയ്ത് ഒരു കോട്ടിട്ടുകൊണ്ട് തല കുനിച്ച് പിടിച്ച് ഷാദിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഷാദി സ്പീഡിൽ നടന്നപ്പോൾ പതുക്കെ പോ, എനിക്ക് മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് ഷിയാൻ പറയുന്നു. ഇങ്ങനെ തലയും കുനിച്ച് പിടിച്ച് നടന്നാൽ പിന്നെ എങ്ങനെ കാണാനാണെന്ന് ഷാദി ചോദിച്ചപ്പോൾ നിൻ്റെ മാസ്റ്റർ പീസ് കാരണമാണ് എനിക്കിപ്പോൾ ഇങ്ങനെ നടക്കേണ്ടി വന്നതെന്ന് ഷിയാൻ പറഞ്ഞിട്ട് ഷാദി ചിരിക്കുന്നുണ്ട്. ഷിയാനെ ക്യാഷ് കൗണ്ടറിന് അടുത്തേക്ക് നിർത്തിയിട്ട് ഷാദി വെള്ളം വാങ്ങാനായി അവിടെ തന്നെയുള്ള ഷോപ്പിലേക്ക് പോകുന്നു. കൗണ്ടറിലിരുന്നയാൾ അതിനു മുമ്പ് പോയ കസ്റ്റമേഴ്സ് നൽകിയ പണം എണ്ണി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഷോപ്പിൽ ആളില്ലാത്തതിനാൽ എനിക്കൊരു കുപ്പി വെള്ളം എടുത്തരാൻ ഷാദി അയാളോട് വിളിച്ചു പറയുന്നതിനാൽ അയാൾ ആ പണം മേശപ്പുറത്ത് തന്നെ വെച്ചിട്ട് എഴുന്നേറ്റ് ഷാദിയുടെ അടുത്തേക്ക് പോകുന്നു. ഷിയാൻ കൗണ്ടറിൻ്റെ അടുത്തേക്ക് നിൽക്കുകയാണ്. അയാൾ എഴുന്നേറ്റ് പോയ തക്കം നോക്കി കുറച്ചപ്പുറത്ത് നിന്നിരുന്ന ഒരാൾ വന്ന് ഷിയാൻ നിൽക്കുന്നൊന്നും മൈൻഡ് ചെയ്യാതെ ആ കാശും എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. ഷിയാൻ ഒച്ച വെച്ച് മറ്റേ ആളിനെ വിളിച്ചതിനാൽ അയാൾ പെട്ടെന്ന് കാശ് തിരികെ വെച്ചിട്ട് ഷിയാനോട് നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചോദിച്ച് തട്ടിക്കയറുന്നു. ആ സമയത്താണ് സിയയും ശിശിയും കൂടി അവിടേക്ക് വന്നത്. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് അവർ അവിടേക്ക് ചെന്നതുകൊണ്ട് മാത്രം അയാൾ ചിരിച്ചുകൊണ്ട് സ്ഥലം വിടുന്നു. അപ്പോഴേക്ക് ഷാദിയും മടങ്ങിയെത്തുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് സിയ ഷിയാനോട് ചോദിച്ചെങ്കിലും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം തിരിച്ചു പിടിച്ച് കുഴപ്പമൊന്നുമില്ല എന്നറിയിക്കുന്നു. അവനത്ര വിശ്വാസമായില്ലെങ്കിലും അവൻ അകത്തേക്ക് നടക്കുന്നു. ഞങ്ങളൊരു ടേബിൾ എടുക്കുകയാണ് എന്ന് കൗണ്ടറിൽ പറഞ്ഞിട്ട് ശിശിയും അകത്തേക്ക് പോകുന്നു. എന്തോ നല്ല മണം വന്നല്ലോ, നിനക്ക് വന്നുവെന്ന് ഷാദി അവർ പോയി കഴിഞ്ഞപ്പോൾ ഷിയാനോട് ചോദിക്കുന്നു. ഇല്ല എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ സിയെ ഹെയർ ജെൽ ഉപയോഗിച്ചെന്നാണ് തോന്നുന്നത്. അതിൻ്റെ മണമാണെന്ന് പറഞ്ഞിട്ട് സിയെ ഹെയർ ജെല്ലെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ഒരു കള്ളച്ചിരിയോടെ ഷിയാനോട് ചോദിക്കുന്നു. ഷിയാൻ്റെ മുഖത്ത് നാണം കലർന്ന ഒരു പുഞ്ചിരി വിടരുന്നുണ്ട്. ആ ചിരിയോടെയാണ് രണ്ടുപേരും അകത്തേക്ക് ചെന്നത്. നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് സിയെ അവളെ കണ്ടപ്പോൾ ചോദിക്കുന്നു. ഷിയാൻ അവന് മുഖം കൊടുക്കാതെ കൈകൊണ്ട് മുഖം മറിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവൻ നീ എന്തിനാണ് ഈ മുറികളിൽ തൊപ്പി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അവളുടെ കോട്ട് തലയിൽ നിന്ന് വലിച്ചു വരുന്നു. ഷിയാൻ പെട്ടെന്ന് ഒന്നുകൂടി നെറ്റി മറച്ച് പിടിച്ചിട്ട് എന്നെ നോക്കരുതെന്ന് പറയുന്നു. പക്ഷെ അവൻ കുനിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ടൊരു പുഞ്ചിരിയോടെ കൊള്ളാമല്ലോ, ക്യൂട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതും ഷിയാൻ പെട്ടെന്ന് കൈ മാറ്റിയിട്ട് സത്യമാണോ, നീ ഉള്ളിൽ തട്ടി തന്നെയാണോ പറഞ്ഞത് എന്ന് ആകാംക്ഷയോടെ ചോദിക്കുന്നു. കോട്ട് തലയിലുണ്ട, നിന്റെ മുടി ചീത്തയാവും എന്ന് പറഞ്ഞതല്ലാതെ അവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവൻ്റെ മുഖത്ത് ചിരി കണ്ടപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടു എന്ന് ഷിയാൻ ഉറപ്പാക്കുന്നു. പിന്നെ അവൾക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവൾ ഉത്സാഹത്തോടെ തുള്ളിച്ചാടി ബാഗ് കൊണ്ടുവച്ചിട്ട് കളിക്കാൻ തയ്യാറായി വരുന്നു. ഞാനൊരു ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഷാദി ശിശിയുടെ കയ്യിൽ നിന്ന് കമ്പ് പിടിച്ച് വാങ്ങുന്നുണ്ട്. നീയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സിയ ഷിയാനോട് പറഞ്ഞപ്പോൾ എനിക്ക് കളിക്കാൻ അറിയില്ല എന്ന് അവൾ പറയുന്നു. എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് വിവരിച്ചു കൊടുത്തിട്ട് സിയ ഒരു തവണ കളിച്ച് കാണിക്കുന്നു. അതിനുശേഷം ഷിയാനോട് കളിച്ച് നോക്കാൻ പറയുന്നു. അവൾ തയ്യാറായി മുന്നോട്ട് നിന്നപ്പോൾ
ഇങ്ങനെയല്ല കൈ പിടിക്കേണ്ടത് എന്ന് പറഞ്ഞ് സിയ അവളോട് ചേർന്ന് നിന്ന് അവളുടെ കൈക്ക് മുകളിൽ കൈവച്ച് പൊസിഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഷിയാൻ്റെ മുഖത്ത് നാണം വിടരുന്നുണ്ട്. അവളുടെ കയ്യിൽ പിടിച്ച ഒരു ബോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ സിയയും അവളുടെ മുഖത്തേക്ക് നോക്കുന്നു. ഷിയാൻ നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴും അവനും അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. നോട്ടം മാറിയിട്ടും അവൻ ചിരിയടക്കാൻ പാടുവിടുന്ന കണ്ട് ഷിയാൻ വിവരം തിരക്കിയപ്പോൾ നിന്റെ ബാങ്ക്സിൻ്റെ സ്പ്ലിറ്റായി കിടക്കുന്നു എന്ന് പറഞ്ഞവൻ ചിരിക്കുന്നു. ഷിയാൻ പെട്ടെന്ന് ചമ്മലോടെ നിവർന്ന് മുടി നേരെയാക്കിയിട്ട് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ തന്നെ കളിച്ചോളാം എന്ന് പറഞ്ഞവൾ അവിടെ നിന്നും മാറി മറ്റൊരു സൈഡിലേക്ക് പോകുന്നു. ആദ്യ ട്രയലിൽ തന്നെ ഷിയാന് ബോൾ അടിച്ച് വീഴ്ത്താൻ പറ്റുന്നു. പൊട്ടക്കണത്തെ മാവേലേറ് പോലെ എന്തോ പറ്റിയതാണ് എന്ന് പറഞ്ഞ് ശിശി കളിയാക്കുന്നുണ്ട്. പക്ഷേ ഷിയാൻ വീണ്ടും ബോൾ അടിച്ച് വീഴ്ത്തിയപ്പോൾ അവൾക്ക് അബദ്ധം പറ്റിയതല്ല എന്നവൻ മനസ്സിലാകുന്നു. നീ ആദ്യമായിട്ടാണ് ഇത് കളിക്കുന്നത് കള്ളം പറഞ്ഞതാണോ? ഞങ്ങളറിയാതെ നീ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് ശിശി അവളോട് ചോദിക്കുന്നു. ഞാൻ ആദ്യമാണ് ഇത് കളിക്കുന്നത്, ഞാനിപ്പോൾ പഠിച്ചതേ ഉള്ളൂ എന്ന് അവൾ പറഞ്ഞപ്പോൾ കണ്ടില്ലേ, പഠിക്കാൻ അത്ര മിടുക്കിയല്ലാത്ത ഇവൾ എത്ര പെട്ടെന്നാണ് കളികളൊക്കെ പഠിക്കുന്നതെന്ന് നോക്കിയേ. കഴിഞ്ഞ തവണ ഗെയിം ഹാളിൽ ഓർമ്മയില്ലെന്ന് ശിശി സിയോട് പറയുന്നു. അവൾ നല്ലൊരു കളിക്കാരിയാണ്, മാത്രമല്ല അവൾക്ക് നല്ലൊരു ടീച്ചറിനെയാണ് കിട്ടിയത് എന്ന് കളി പഠിപ്പിച്ചത് തന്നെ പുകഴ്ത്തുന്ന രീതിയിൽ പറഞ്ഞിട്ട് സിയെ കോട്ടുമൊരി കളിക്കാൻ തയ്യാറെടുത്ത് ചെല്ലുന്നു. ഷിയാന്റെ കയ്യിൽ നിന്ന് കമ്പ് വാങ്ങിയിട്ട് തൻ്റെ കോട്ട് അവൻ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്തോ വലിയ അംഗീകാരം കിട്ടിയ ഭാവമായിരുന്നു കോട്ട് പിടിച്ച ഷിയാന്റെ മുഖത്തപ്പോൾ. അവർ പുറത്തു പോയിരുന്ന സമയത്ത് ആഞ്ജലിയോ ഷിയാൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഷിയാൻ്റെ ക്ലാസ് ടീച്ചറാണെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ അമ്മ ബഹുമാനത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി കുടിക്കാൻ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. ഷിയാനും സിയയും കൂടി മൊത്തത്തിൽ തൂത്തുവാരി കളിക്കുന്നത് കണ്ട് ആകെ നിരാശനായി നിൽക്കുകയാണ് ശിശി. ഷാദി അവന് കളിയിൽ അറിയില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോൾ നിനക്ക് തീരെയും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ തിരിച്ചും കളിയാക്കുന്നു. അതെന്നെ പഠിപ്പിച്ചയാൾ മോശമായതുകൊണ്ടാണ് എന്ന് പറഞ്ഞവൾ വീണ്ടും അവനെ കുറ്റപ്പെടുന്നു. സിയെ സമയം നോക്കിയിട്ട് കളി മതിയാക്കാം, ഞാൻ പോയി ബില്ലടച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഷിയാനോട് എൻ്റെ പേഴ്സ് ഇങ്ങ് തരാൻ പറയുന്നു. അവൾ മനസ്സിലായില്ല എന്ന മട്ടിൽ നിൽക്കുന്ന കണ്ടപ്പോൾ പേഴ്സ് എൻ്റെ പോക്കറ്റിലുണ്ട് എന്ന് അവൻ പറയുന്നു. അവൾ പെട്ടെന്ന് കോട്ട് അവൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്നു. അവൻ പേഴ്സ് എടുത്തിട്ട് കോട്ട് തിരികെ അവളെ തന്നെ ഏൽപ്പിച്ചിട്ട് ബില്ലടയ്ക്കാൻ പോകുന്നു. ഷിയാൻ സന്തോഷത്തോടെ കോട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. പതിവില്ലാതെ ഷിയാൻ്റെ ക്ലാസ് ടീച്ചർ വീട്ടിലേക്ക് അന്വേഷിച്ചു വരുന്നത് കണ്ട് അമ്മ ചെറിയ വെപ്രാളത്തോടെ സ്കൂളിൽ ഷിയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയെന്ന് അന്വേഷിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, പതിവുള്ള ഹോം വിസിറ്റിൻ്റെ ഭാഗമായി വന്നതാണ് എന്നറിയിച്ചിട്ട് സയൻസ് ആർട്സ് ഡിവിഷൻ വരുന്ന കാര്യം അറിയാമോ എന്ന് അദ്ദേഹം അമ്മയോട് അന്വേഷിക്കുന്നു. അറിയാം, ഞാൻ അവളോട് ആർട്സ് എടുക്കാൻ പറഞ്ഞല്ലോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ ആർട്സോ, ഷിയാൻ സയൻസ് ആണല്ലോ എടുത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ആർട്സ് തന്നെ മതി എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നതാണല്ലോ എന്ന് അമ്മ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന ആപ്ലിക്കേഷൻ ഫോൺ അവരെ എടുത്ത് കാണിച്ചിട്ട് ഷിയാൻ സയൻസ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നു. അവൾ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, ആ പേന ഇങ്ങത്താ ഞാൻ തിരുത്തി തരാം എന്നവർ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഷിയാനോട് ചോദിക്കാതെ നമ്മൾ അവളുടെ ചോയ്സ് ഇങ്ങനെ മാറ്റിയാൽ അവൾ അതിൽ ദേഷ്യം പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി നന്നായി ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അമ്മയും അത് അംഗീകരിക്കുന്നു. ഷിയാൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ പഠന നിലവാരം മൊത്തത്തിലൊന്ന് വിലയിരുത്തി നോക്കിയിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ സയൻസിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ടോപ്പ് സ്റ്റുഡൻസ് ആണ്. അവരുമായി കമ്പയർ ചെയ്യുമ്പോൾ ഷിയാൻ ആവറേജ് ലെവലിൽ പോലും എത്തുന്നില്ല എന്ന് അദ്ദേഹം ഷിയാനെ താഴ്ത്തി പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവർ അദ്ദേഹത്തിൻ്റെ സംസാരം പൂർത്തിയാക്കാൻ പോലും സമ്മതിക്കാത്ത ഇടയ്ക്കേറി ഷിയാൻ മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ ഒരു ടോപ്പ് സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. കുട്ടിക്കാലം മുതൽ അവളുടെ പഠനകാര്യത്തിൽ എനിക്കൊട്ടും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ മാർക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ലല്ലോ. അവൾ പഠിക്കുന്ന കാര്യത്തിൽ ഒട്ടും മടി കാണിക്കാറില്ല. ഇവിടെ വന്നതിന് ശേഷം സിലബസ് മാറിയപ്പോഴും അവൾ പിടിച്ചു നിൽക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്. അവളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ താങ്കൾക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിച്ച അമ്മ ആഞ്ജലിയുവിനെ ഇരുത്തി പൊരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആഞ്ജലിയു അവരോട് വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും സംസാരം തുടരാൻ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ അവർ വാച്ചിലേക്ക് നോക്കി. സമയം ഒരുപാടായി, എനിക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്, നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് ചോദിക്കുന്നതിനാൽ അദ്ദേഹം മറ്റു വഴിയില്ലാതെ എങ്കിൽ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നു. വാതിൽക്കലേക്ക് നടക്കുന്നതിനിടയിലും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവരതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കി വാതിലടയ്ക്കുന്നു. സിയെ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് ഷാദി പറഞ്ഞെങ്കിലും മറ്റൊരു ദിവസമാകട്ടെ അമ്മയും അച്ഛനും വീട്ടിലെത്തി കാണുമെന്ന് പറഞ്ഞ് ഷിയാൻ ഒഴിയുന്നു. അവിടേക്ക് വന്നപ്പോൾ കൗണ്ടറിനടുത്ത് നിന്നിരുന്ന പ്രശ്നക്കാരൻ പുറകിൽ നിന്ന് ഷിയാനെ നിരീക്ഷിക്കുന്നത് സിയെ കാണുന്നതിനാൽ ഷാദിയോട് ശിഷ്യോടും ഞാൻ ഷിയാനൊപ്പം പോവുകയാണ്, നിങ്ങൾ അടുത്ത കളിസ്ഥലത്തേക്ക് പോയിക്കോളാൻ അവൻ പറയുന്നു. അവർ മുന്നോട്ട് നടന്നപ്പോൾ ഷിയാൻ സിയെ പിടിച്ചു നിർത്തിയിട്ട് പുറത്ത് തണുപ്പാണ്, നിന്റെ കോട്ടിടാൻ പറഞ്ഞ് അവൻ്റെ കോട്ട് തിരികെ നൽകുന്നു. വീട്ടിലേക്ക് നടക്കുമ്പോൾ നിന്റെ മുടി കാണാൻ ഭംഗിയുണ്ട് എന്ന് അവൻ പറയുന്നു. വെറുതെ കള്ളം പറയണ്ട, എൻ്റെ മുടി എങ്ങനെയാണ് എന്ന് എനിക്ക് നല്ല ബോധമുണ്ട് എന്നവൾ പറയുന്നു. മാത്സ് കോമ്പറ്റീഷനിൽ അടുത്ത് വരുന്നതിനാൽ സ്കൂൾ തുറന്നാലുടൻ തന്നെ ട്രെയിനിങ്ങിന് പോകേണ്ടി വരും, ആ സമയത്തൊന്നും ഞാൻ അടുത്തുണ്ടാവില്ല, ശ്രദ്ധിച്ചോണം എന്ന് സിയ അവൾക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോൾ അതൊന്നും സാരമില്ല, ഞാൻ സയൻസ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നീ അടുത്തില്ലെങ്കിലും എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കും, നോക്കിക്കോ എന്നവൾ ആത്മവിശ്വാസത്തോടെ പറയുന്നു. നിൻ്റെ ഈ മാസത്തെ പരീക്ഷയുടെ മാർക്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് അവനും സമ്മതിക്കുന്നു. സംസാരിച്ച് നിൽക്കുന്ന കൂട്ടത്തിലാണ് കുറച്ച് പുറകിലായി തങ്ങളെ ഫോളോ ചെയ്തു വരുന്ന ക്ലബ്ബിൽ പ്രശ്നമുണ്ടാക്കിയ ആളെ സിയെ കണ്ടത്. അവനെ കണ്ടതും അയാൾ അറിയാത്ത മട്ടിൽ തിരിഞ്ഞു നിൽക്കുന്നു. അവൻ എന്താണ് നോക്കുന്നതെന്നറിയാൻ ഷിയാൻ തിരിഞ്ഞു നോക്കിയെങ്കിലും അവൾക്കൊന്നും മനസ്സിലായില്ല. അവൻ അതിനെക്കുറിച്ച് പറഞ്ഞതുമില്ല. ഷിയാൻ വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും അനിയനും ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. അവൾ മുറിയിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയപ്പോൾ പ്രശ്നം സീരിയസ് ആണ്. ഇങ്ങോട്ടേക്ക് വരാനെന്ന മട്ടിൽ അച്ഛൻ അവളെ ആംഗ്യം കാണിക്കുന്നതിനാൽ അവൾ അമ്മയ്ക്ക് അരികിലേക്ക് ചെന്ന് അമ്മയെ വിളിക്കുന്നു.
അവർ മുഖമുയർത്തി നോക്കിയിട്ട് നീ മുടി വെട്ടിയോ എന്നാണ് ആദ്യം ചോദിച്ചത്. നല്ല വൃത്തികേടായിട്ടുണ്ട് എന്ന് കോങ് പറഞ്ഞപ്പോൾ സമയം ഒത്തിരിയായി, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയെന്ന് പറഞ്ഞ അച്ഛൻ അവനെ ശ്വാസിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞവൻ അവിടെ തന്നെ ഇരുന്നെങ്കിലും അമ്മ അവനെ രൂക്ഷമായി നോക്കിയപ്പോൾ നല്ല കുട്ടിയെ അവൻ എഴുന്നേറ്റ് പോകുന്നു. നിന്നോട് ആര് പറഞ്ഞു മുടി വെട്ടാൻ എന്ന അമ്മ ഷിയാനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നു. എനിക്കെൻ്റെ മുടി വെട്ടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല അമ്മയെന്ന് അവൾ ചോദിച്ചപ്പോൾ അത് ശരിയല്ലേ, അവളിപ്പോൾ വലിയ കുട്ടിയല്ലേ, അവൾക്ക് അവളുടേതായ ഇഷ്ടങ്ങൾ കാണും, നമ്മളത് മാനിക്കണ്ടേ എന്ന് ചോദിച്ച അച്ഛൻ അമ്മയെ അനുനയിപ്പിക്കാനെന്നോണം അവരുടെ കയ്യിലിരുന്ന പേപ്പർ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും അവർ ദേഷ്യത്തിൽ കൈ പിൻപിടിക്കുന്നു. ഞാൻ ദിവസവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നില്ലേ, എന്നിട്ട് നിങ്ങളാരും എന്നോടൊന്നും പറയാത്തത് എന്തുകൊണ്ടാണ്? ഒരുത്തി അവളുടെ ഇഷ്ടത്തിന് സയൻസ് എടുത്തു, അത് അറിഞ്ഞിരുന്നിട്ട് പോലും നിങ്ങൾ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഞാനൊരു വേലക്കാരിയെ പോലെ ജോലിയെല്ലാം ചെയ്ത് മിണ്ടാതെ വായുമടച്ചിരുന്നോണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നവർ ദേഷ്യവും സങ്കടമൊക്കെ കലർന്ന് രണ്ടുപേരോടുമായി ചോദിക്കുന്നു. എന്നിട്ട് ഷിയാനെ നോക്കി, നീ വളർന്നുവെന്ന് എനിക്കറിയാം, നീ ഇപ്പോൾ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും എനിക്ക് മനസ്സിലായി. നിങ്ങളെങ്കിലും എൻ്റെ വാക്ക് കേൾക്കുമോ എന്നവർ കരഞ്ഞുകൊണ്ട് ഭർത്താവിനോട് ചോദിക്കുന്നു. കേൾക്കുമെന്ന മട്ടിൽ അദ്ദേഹം തലകുലുക്കിയപ്പോൾ എന്ത് ചെയ്തിട്ടാണ് എന്ന് എനിക്ക് അറിയണ്ട, എങ്ങനെയെങ്കിലും അവളെ ആർട്സ് ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞവർ ആ ഫോം ടീപ്പോയ്ക്ക് മുകളിലേക്ക് വയ്ക്കുന്നു. ഷിയാൻ മറുപടി പറയാൻ കഴിയാതെ നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.